ഹായ് ഹലോ എംആർ പൾട്രിയിലേക്ക് എല്ലാവർക്കും സ്വാഗതം കേട്ടോ. ഇത് ഈ അടുത്ത ദിവസം വിരിഞ്ഞ കോഴിമക്കളാണ് കേട്ടോ. അപ്പോൾ ഇത് മാത്രമേ എനിക്ക് കിട്ടിയുള്ളൂ, ഈ ഒരൊറ്റ മക്കളേ ഉള്ളൂ കേട്ടോ. 15 മുട്ട വെച്ചതിൽ എനിക്ക് ആകെ കിട്ടിയത് ഒന്നിനെ മാത്രം. 2 കോഴിക്കും കൂടെ 15 മുട്ട വെച്ച് കൊടുത്തതായിരുന്നേ. പക്ഷേ 2 പേരും നന്നായി അടയിരിക്കുന്നൊക്കെ ഉണ്ടായിരുന്നു. പിന്നെ ആയപ്പോൾ ഓരോ ദിവസം ഓരോ മുട്ട ഇങ്ങനെ പൊട്ടിക്കുക, 1 പൊട്ടിക്കുക 2 പൊട്ടിക്കുക, അങ്ങനെ പൊട്ടിച്ച് കുറഞ്ഞ ഒരു 4-5 മുട്ടേൻ്റെ അടുത്തുണ്ടായിരുന്നു. അതിൽ അത്യാവശ്യം ഞാനിങ്ങനെ നമ്മൾ ഇത് വെച്ച് നോക്കുന്ന സമയത്ത് അതിൽ മക്കളും ആയിട്ടുണ്ട്. നല്ലോണം വിരിയാറായ സമയത്ത് ഒരു 3-4 മുട്ട ഇവർ പൊട്ടിച്ച് അതിലുള്ള മക്കൾ എല്ലാം ചത്തുപോയി. അങ്ങനെ ഞാൻ ഒരു കോഴിനെ ഒഴിവാക്കി ഒന്നിന് വേണ്ടി മാത്രം വെച്ച് കൊടുത്തു. അതിൽ ഈ പറഞ്ഞ പോലെ തന്നെ 2 എണ്ണത്തിന് 2-3 പിന്നെയും പോയി. അതിൽ കിട്ടിയതാണ് കേട്ടോ, ഈ ഒരൊറ്റൊന്നാണ് എനിക്ക് കിട്ടിയത്. പിന്നെ ഇതിപ്പോൾ നമ്മുടെ കോഴി, ഇതൊരു പ്രധാനപ്പെട്ടൊരു കാര്യം പറയാനാണ്. ഇത് നമ്മളെ ഒരു 1-2 കോഴിക്ക് വന്ന ഒരു സൂക്കേടിനെ പറ്റി പറയാനാണ്. ഈ കണ്ണിൽ പഴുപ്പ് വന്നിട്ട് അധികമായി പോയിട്ട് ഞാൻ ആദ്യം വിചാരിച്ചത് ഈ കുരുപ്പ് വന്നതാണെന്നാണ് വിചാരിച്ചത്. കുരുപ്പ് വന്നിട്ട് അതിന് നമ്മൾ നാട്ടുവൈദ്യം ചെയ്യും പോലെ മഞ്ഞളിട്ട് ഉരയ്ക്കലും അങ്ങനെ എല്ലാ പരിപാടിയും ചെയ്തിട്ടുണ്ടായിരുന്നു. പക്ഷേ ഇത് കണ്ണിൽ പഴുപ്പ്, ഈ ഫോട്ടോത്ത് കാണുന്ന പോലെ ഇങ്ങനെയായി ഉണ്ടായിരുന്നു കോഴിൻ്റെ കണ്ണ്. ഇങ്ങനെ പഴുപ്പ് കയറിയിട്ട് അധികമായിപ്പോയി. അപ്പം അങ്ങനെ നമ്മൾ മെഡിക്കൽ ഷോപ്പിൽ നിന്ന് പറഞ്ഞിട്ട് അവിടുന്ന് മരുന്ന് തന്നെ ബോറിക് ആസിഡ് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു പൊടി തന്നിട്ട് അത് ചാലിച്ച് തേക്കാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു കേട്ടോ. അത് തേച്ചതിന് ശേഷം നല്ല മാറ്റം ഉണ്ടായിരുന്നു. പക്ഷേ ഇത് പഴുപ്പ് കൂടിപ്പോയപ്പം ഇതെന്ത് ചെയ്യണമെന്ന് അറിയാൻ ഞാൻ ഇങ്ങനെ വെറ്റിനറി ഹോസ്പിറ്റലിൽ പോയപ്പോൾ അവിടുന്ന് ഡോക്ടർ പറഞ്ഞ് ചെയ്തിട്ട് കാര്യമല്ല, അത് പഴുപ്പ് വന്ന സ്ഥിതിക്ക് അത് മൊത്തം ആ ഒരു ലൈവ് ബോൾ അത് ചാടിപ്പോകുമെന്ന് പറഞ്ഞു. അത് പഴുപ്പ് വന്ന് അതങ്ങനെ ഇതായി പോകുന്നു. അങ്ങനെ അവിടുന്ന് ഈ ഒരു മരുന്നൂടെ തന്നിട്ട് എനിക്ക് അങ്ങനെ ഇത് കണ്ണിൽ ഉറ്റിച്ച് കൊടുക്കാൻ തന്നതാണ്. അങ്ങനെ ഒരു ദിവസം ഞാൻ പിന്നെ എന്ത് ചെയ്യണമെന്ന് അറിയാൻ വേണ്ടി യൂട്യൂബിൽ വീഡിയോ നോക്കിയ സമയത്താണ് ഇങ്ങനെ അത് ശരിക്കും നമ്മൾ തുടച്ച് പോക്കണം, ഞെക്കി പോക്കണം ആ പഴുപ്പ്. അതുപോലെ ചെയ്ത് എൻ്റെ അമ്മേ അത് ഭയങ്കരമായിട്ട് കട്ടി കൂടിയൊരു പഴുപ്പായിരുന്നു കേട്ടോ. അത് നന്നായിട്ട് ഉരച്ച് പോക്കി അത് പുറത്ത് ചാടിയതിന് ശേഷം നന്നായിട്ട് ഇങ്ങനത്തെ മരുന്ന് വെച്ച് കൊടുത്തപ്പോൾ ഇപ്പോൾ ആൾ ഉഷാറായിട്ടുണ്ട് കേട്ടോ. വലിയ കുഴപ്പങ്ങളൊന്നുമില്ല. എന്നാലും ഞാൻ പുറത്ത് വിട്ട് തുടങ്ങിയാലേ കണ്ണൊക്കെ ഒന്നും ആയിട്ടൊന്നുമില്ല. അത് തുടക്കം തന്നെ നമ്മൾ നോക്കുകയാണെങ്കിൽ വലിയ കുഴപ്പമില്ലാണ്ട് കിട്ടും. അധികം വൈകിപ്പോയാൽ പിന്നെ കോഴി ചത്തുപോവുകയും ചെയ്യും കേട്ടോ. ശ്രദ്ധിക്കുക എല്ലാവരും.